മലയാള സാഹിത്യ തറവാട്ടിലെ കാരണവർ എന്ന് വിശേഷിപ്പിക്കാവുന്ന എഴുത്തുകാരനാണ് എം.ജി. വാസുദേവൻ നായർ. എം.ജി. വാസുദേവൻ നായർ കാലഘടനയ്ക്കുള്ളിൽ മറയുമ്പോൾ ഒരു കാലഘട്ടം തന്നെ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. മഹാനായ ആ എഴുത്തുകാരന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മലയാള സാഹിത്യത്തിൽ നോവൽ രചന മാത്രമല്ല, സഞ്ചാര സാഹിത്യം, നാടകം, തിരക്കഥ എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എഴുത്തുകാരനാണ് എം.ജി. വാസുദേവൻ നായർ. തകരുന്ന നാലുകെട്ടുകളുടെ കഥ പറഞ്ഞാണ് എം.ജി. മലയാളികളുടെ മനസ്സ് കീഴടക്കി. 1958 പുറത്തിറങ്ങിയ നാലുകെട്ട് 14 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്രമാത്രം മനുഷ്യരുടെ മനസ്സിനെ ആ നോവൽ സ്വാധീനിച്ചു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. നാലുകെട്ട് എന്ന നോവൽ ഇപ്പോഴും വായിക്കുമ്പോൾ അതിലെ അപ്പുണ്ണി എന്ന കേന്ദ്ര കഥാപാത്രം അനുഭവിക്കുന്ന മാനസിക വിക്ഷോഭങ്ങൾ വായനക്കാരന്റെ കണ്ണു നിറയ്ക്കും. ഒരു കാലഘട്ടത്തിൽ ഇവിടെ നിലനിന്നിരുന്ന ജന്മിത്വവും ഫ്യൂഡൽ വ്യവസ്ഥിതിയും നാലുകെട്ടിൽ അനാവൃതമാവുകയാണ്. അന്ന് വ്യക്തികളായി മനുഷ്യരെ പരിഗണിച്ചിരുന്നില്ല, മറിച്ച് ഓരോരുത്തരും ആ ഫ്യൂഡൽ വ്യവസ്ഥിതിക്കുള്ളിലോ നാലുകെട്ടിന്റെ പശ്ചാത്തലത്തിലോ ആണ് മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ തകരുന്ന ആ സംസ്കാരത്തെ, ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥിതിയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നാലുകെട്ടിലൂടെ ചെയ്യുന്നത്. അതിലെ കേന്ദ്ര കഥാപാത്രമായ അപ്പുണ്ണിയുടെ 20 വയസ്സുവരെയുള്ള ജീവിതത്തിലെ വിക്ഷോഭജനകമായ കഥയാണ് നാലുകെട്ടിൽ പറയുന്നത്. പിന്നീടുള്ള ഓരോ നോവലുകളും, എം.ജി. വാസുദേവൻ നായരുടെ നോവലുകളിൽ നാം വായിക്കുന്നത് മനുഷ്യ മനസ്സിന്റെ സങ്കടങ്ങളെയോ അവരുടെ വിഫലതകളെയോ ആണ് അനാവരണം ചെയ്യുന്നത് എന്ന് കാണാം. സ്നേഹം അത് നൽകുന്ന പോലെ തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ദുരന്തബോധമാണ് എം.ജിയെ അലട്ടിയിരുന്നത്. എം.ജി നമ്മോട് പറയുന്നു, സ്നേഹം കൊടുക്കുന്ന പോലെ തിരിച്ചു കിട്ടുന്നില്ല. ഒപ്പം തന്നെ നമ്മുടെ നിഷ്കളങ്കത മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വിഷമതയായി എം.ജി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. താൻ ജനിച്ച കൂടല്ലൂർ ഗ്രാമം, അതിന് ചുറ്റുമുള്ള പശ്ചാത്തലം, താൻ തന്റെ പരിസരമായ, തന്റെ നോവലിന്റെ ആഖ്യാന പരിസരമായ മലയാള ഭൂമിക, ഇതെല്ലാം തന്റെ മനസ്സിനെ എപ്പോഴും സ്വാധീനിക്കുന്നു എന്നാണ് എം.ജി പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങകലെ അലതല്ലുന്ന സമുദ്രത്തെക്കാൾ എന്റെ നിളയെയാണ് എനിക്കിഷ്ടം എന്ന് എഴുത്തുകാരൻ എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ടാമൂഴം, അസുരവിത്ത്, കാലം, മഞ്ഞ് തുടങ്ങിയ നോവലുകളിലൂടെ എം.ജി മലയാളികളുടെ ആസ്വാദകരുടെ മനസ്സിലേക്ക് സ്ഥിരപ്രതിഷ്ഠ നേടുകയായിരുന്നു. അതിൽ ഓരോരുത്തരിടത്തും ഓരോ നോവലിലും നാം കാണുന്നത് ഒറ്റപ്പെടലിന്റെ സ്വരമങ്ങളാണ്. ഒറ്റപ്പെടലിന്റെ സ്വരം എങ്ങനെയാണ് ഓരോ നോവലിലും എം.ജി വരച്ചു കാട്ടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്നേഹരാഹിത്യത്തെ കുറിച്ച് തന്നെയാണ് എം.ജി പറയുന്നത് എന്നാണ്. കാലം എന്ന നോവലിൽ സുമിത്ര എന്ന കേന്ദ്ര കഥാപാത്രം അതിലെ സേതു എന്ന നായകനോട് പറയുന്ന ഒരു വാക്യം മാത്രം മതി ഇങ്ങനെയാണ് മനുഷ്യർ സ്നേഹരാഹിത്യത്തിൽ ജീവിക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നത്. ആധുനിക യുഗത്തിൽ ഓരോരുത്തർക്കും അവരവരോട് മാത്രമാണ് ഇഷ്ടം. അതിലെ സുമിത്ര സേതുവിനോട് പറയുന്നു, സേതുവിന് ഒരാളോട് മാത്രമേ സ്നേഹമുള്ളൂ, സേതുവിനോട് മാത്രം. ഈ വാക്യം നമ്മുടെ മനസ്സിൽ എന്നും കടലിരമ്പം സൃഷ്ടിക്കും. എന്തുകൊണ്ടെന്നാൽ സ്നേഹം പലപ്പോഴും പങ്കുവയ്ക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ സ്നേഹം മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുമ്പോഴോ എവിടെയൊക്കെയോ കച്ചവടവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആധുനിക യുഗത്തിലെപ്പോഴും സ്നേഹം ഇങ്ങനെ കച്ചവടവൽക്കരിക്കപ്പെടുന്നതിന്റെ സൂചനകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എം.ജിയുടെ അതിമനോഹരമായ ഒരു കാവ്യമാണ് മഞ്ഞ്. മഞ്ഞ് എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ യഥാർത്ഥത്തിൽ ഒരു നോവൽ എന്നതിനപ്പുറം ഒരു കവിത പോലെ മനോഹരമായി തിളങ്ങുന്നു. നമ്മെ അമ്പരപ്പിക്കുന്ന, നമ്മെ പിന്തുടരുന്ന ഒരു മണിനാദം പോലെ നമ്മുടെ മനസ്സിൽ എപ്പോഴൊക്കെയോ നിറഞ്ഞു നിൽക്കുന്ന ഒന്നായി മഞ്ഞിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ വിമല പ്രത്യക്ഷപ്പെടുന്നു എന്ന് നമുക്ക് കാണാം. ഊട്ടിയിലെ ഒരു ബോർഡിംഗ് സ്കൂളിൽ വാർഡനായി ജോലി ചെയ്യുന്ന വിമല 9 കിലോമീറ്റർ മാത്രം ദൂരമുള്ള തന്റെ വീട്ടിലേക്ക് അവധിക്കാലത്ത് പോകാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം
അവളുടെ മനസ്സിന്റെ സങ്കല്പങ്ങളെയും അവരുടെ വിഷമങ്ങളെയും അവരുടെ വിഫലതകളെയും വെളിവാക്കുന്ന ഒന്നാണ്. ആരെയോ കാത്തിരിക്കുകയാണ് വിമല. കാത്തിരിപ്പാണ് ജീവിതം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും ആർക്കൊക്കെയോ വേണ്ടി കാത്തിരിക്കുന്നു. സ്നേഹത്തിന് വേണ്ടിയുള്ള നിരന്തരമായൊരു കാത്തിരിപ്പാണ് വിമലയുടെ മനസ്സിലുള്ളത്. എന്നോ അവിടേക്ക് വരികയും തന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തിട്ട് പോയ സുധീർ കുമാർ മിശ്ര. സുധീർ കുമാർ മിശ്ര വിമലയ്ക്ക് നൽകിയ സ്നേഹം പക്ഷേ സുധീർ കുമാർ മിശ്ര മറന്നുപോകുന്നു. എന്നെങ്കിലും ഒരിക്കൽ അയാൾ വരും എന്നാണ് വിമല വിശ്വസിക്കുന്നത്. വിമലയുടെ മനസ്സിൽ സുധീർ കുമാർ മിശ്ര ഒരു കാലത്ത് എത്തിച്ചേരും എന്ന ബോധ്യമാണ് ഉള്ളത്. തന്റെ ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യരും ഇത്തരത്തിൽ പലതരത്തിലുള്ള കാത്തിരിപ്പിലാണ് എന്ന് വിമല തിരിച്ചറിയുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വഞ്ചിക്കാരനായ തോല് തുഴയുന്ന ബുദ്ധു എന്ന കഥാപാത്രമാണ്. ബുദ്ധുവിന് അവന്റെ അച്ഛനാര് എന്നറിയില്ല. അവിടേക്ക് വിനോദയാത്രയ്ക്ക് വരുന്ന ഏതോ ഒരു വിദേശി സമ്മാനിച്ച് കടന്നുപോയതാണ് തന്റെ ജീവിതമെന്ന് ബുദ്ധു തിരിച്ചറിയുന്നു. അവൻ തന്റെ വള്ളത്തിൽ സഞ്ചാരികളെ എല്ലായിടത്തേക്കും കൊണ്ടുപോവുകയാണ്. അങ്ങനെ സഞ്ചാരികളെ കൊണ്ടുപോകുന്ന ബുദ്ധുവിന്റെ വള്ളത്തിൽ വിമലയും കയറുന്നു. അവർ തമ്മിൽ കാത്തിരിപ്പിന്റെ ഒരു സ്വരം രണ്ടുപേരും പരസ്പരം പങ്കുവയ്ക്കുകയാണ്. വിമലയ്ക്ക് തന്റെ ജീവിതം പോലും സുധീർ കുമാർ മിശ്രയ്ക്ക് വിമല നൽകിയിരുന്നു. വിമലയെ ഒരു നാൾ അയാൾ തന്റെ ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിക്കുമ്പോൾ വിമലയ്ക്കറിയാമായിരുന്നു എന്തിനാണ് സുധീർ കുമാർ മിശ്ര തന്നെ ക്ഷണിക്കുന്നതെന്ന്. പക്ഷെ അവൾക്ക് ആരോടൊക്കെയോ പകയായിരുന്നു. ആ പക അവസാനിപ്പിക്കുവാൻ അവൾ തന്റെ ചാരിത്രം സുധീർ കുമാർ മിശ്രയ്ക്ക് മുന്നിൽ അടിയറ വയ്ക്കുന്നു. സുധീർ കുമാർ മിശ്ര തിരിച്ചു വരും എന്ന ഉറപ്പിന്മേൽ കടന്നു പോകുമ്പോൾ വിമല അയാൾ എന്തെങ്കിലും വരും എന്ന കാത്തിരിപ്പിലാണ്. സുധീർ കുമാർ മിശ്രയുടെ തിളങ്ങുന്ന കണ്ണുകളും വൃത്തിയിലേക്ക് വീണ് കിടക്കുന്ന അലസമായ മുടിയിലകളും അവൾ ഇപ്പോഴും ഒരു ഓർമ്മ പുസ്തകം പോലെ സൂക്ഷിക്കുകയാണ്. വരും വരാതിരിക്കില്ല എന്ന വാക്യം അവളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ബുദ്ധുവും കാത്തിരിപ്പിലാണ്. എന്നോ ഒരിക്കൽ വരും തന്റെ പിതാവ്. അവൻ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇതിനിടയിൽ മരണം തന്നെ വന്നു വിളിക്കുമ്പോഴും എപ്പോഴും ഒരു തരത്തിലുള്ള വിഷമങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാതെ ക്യാൻസർ ബാധിതനായ സർദാർജി ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. വിമലയെ അയാൾ തന്നോടൊപ്പം പല ഘട്ടങ്ങളിലും പലയിടത്തേക്കും ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വ്യത്യസ്തരായ കഥാപാത്രങ്ങൾ ഒന്നടങ്കം കടന്നു വരികയും അത് വായിക്കുമ്പോൾ ആ വായനയുടെ ഒടുവിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ വിഷമിപ്പിക്കുകയും നമ്മുടെ കണ്ണുനീരണിയിക്കുകയും ചെയ്യുന്ന വളരെ തീവ്രമായ അനുഭവങ്ങളുള്ള ഒരു നോവലാണ് എം.ജിയുടെ മഞ്ഞ്. യഥാർത്ഥത്തിൽ മഞ്ഞ് ഒരു നോവലായി നമുക്ക് സങ്കല്പിക്കാനാവില്ല. അതൊരു ഭാവഗീതമാണ്. മഞ്ഞ് എന്ന ഭാവഗീതം നോവൽ എന്നതിനപ്പുറം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു. രണ്ടാമൂഴം എന്ന നോവൽ അതും ഒറ്റപ്പെടലിന്റെ കഥയാണ് നമ്മളോട് പറയുന്നത്. മഹാഭാരതത്തിലെ ഒരു കഥാതന്ത് എടുത്തുകൊണ്ടാണ് മറ്റാരും പൂരിപ്പിക്കാത്ത ഇടങ്ങളിലേക്ക് എം.ടി. വാസുദേവനാർ കടന്നു പോകുന്നത്. അതിലെ രണ്ടാമൂഴക്കാരനായ ഭീമൻ എപ്പോഴും യുധിഷ്ഠിരന്റെയോ അർജുനന്റെയോ പിന്നിൽ രണ്ടാമൂഴക്കാരനായി നിൽക്കുന്നു. എന്റെ ജന്മം കൊണ്ട് രണ്ടാമത്തവനാണ് ഭീമൻ എന്ന് നമുക്കറിയാം. അമ്മയായ കുന്തി പലപ്പോഴും എങ്ങനെയാണ് മക്കളുടെ പിറവി എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ എല്ലാം പിറവിയെക്കുറിച്ച് കുന്തിദേവി പറയുമ്പോൾ അഭിമാനത്തോടെയാണ് പറയുന്നത്. പക്ഷേ വായുദേവന്റെ മകനായ ഭീമസേനനെ കുറിച്ച് പറയുമ്പോൾ കുന്തി പറയുന്നത് ചങ്ങലയഴിഞ്ഞ ഒരു കാട്ടാളൻ എവിടെ നിന്നോ വന്നു എന്നാണ്. അഭിമാനം ഒട്ടുമില്ലാതെ അമ്മ തന്റെ പിതൃത്വത്തെ കുറിച്ച് പറയുമ്പോൾ ഭീമന് നോവനുഭവപ്പെടുന്നു. മഹാഭാരതത്തിലെ അവസാനത്തെ പർവ്വത്തിൽ അവർ സ്വർഗാരോഹണം നടത്തുന്ന ഒരു വേളയുണ്ട്. ആ വേളയിലേക്ക് കടന്നു പോകുമ്പോൾ അവർ ഇങ്ങനെ ഓരോരുത്തരായി ഒന്നിനു പിറകെ സഞ്ചരിക്കുകയാണ്. ഏറ്റവും മുന്നിൽ ധർമ്മപുത്രൻ കടന്നു പോകുന്നു. അതിനു പിന്നിൽ ഭീമസേനനും അർജുനനും നകുലനും സഹദേവനും പാഞ്ചാലിയും പിന്നെ യമദേവന്റെ രൂപത്തിൽ വന്നിരിക്കുന്ന ഒരു പട്ടി. അവർ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ പോകുന്ന ധർമ്മപുത്രർ പറയുന്നുണ്ട് അനുജന്മാരോട്, നിങ്ങൾ പുറകിൽ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ തിരിഞ്ഞു നോക്കരുതെന്ന്. അങ്ങനെ പോകുമ്പോൾ ആദ്യത്തെ ഒരു ശബ്ദം കേൾക്കുന്നു. പാഞ്ചാലി വീണതാണ്. പാഞ്ചാലിക്ക് മറ്റ് എല്ലാവരോടും സ്നേഹമുണ്ടായിരുന്നെങ്കിലും അർജുനനോടായിരുന്നു കൂടുതൽ സ്നേഹം. ഭീമസേനനെ അവൾ അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നും ഇതിലെ ഒരു കഥയായി എം.ടി. വാസുദേവനാർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആരും മിണ്ടാതിരിക്കുന്ന വേളയിൽ ഭീമസേനനാണ് ജ്യേഷ്ഠ അവൾ വീണു എന്ന് പറയുന്നത്. അവൾ വീഴും എനിക്കറിയാം എന്ന് ധർമ്മപുത്രർ പറയുന്നുണ്ട്. അതിന് കാരണം അന്വേഷിക്കുന്ന ഭീമനോട് ധർമ്മപുത്രർ പറയുന്നു അവൾക്ക് അർജുനനോടായിരുന്നു സ്നേഹം. അവിടെയും സ്നേഹം കൊടുത്ത പോലെ തിരിച്ചു കിട്ടിയില്ല എന്ന തിരിച്ചറിവ് രണ്ടാമൂഴക്കാരനായി മാറുന്ന ഒരു കഥാവസ്ഥ ഇതെല്ലാം ഇതിലേക്ക് കടന്നു വരുന്നു.
അശ്രവിത്തിലെ ഗോവിന്ദൻകുട്ടിയും ഇതിൽ വ്യത്യസ്തനല്ല. എല്ലായിടങ്ങളിലും ത്യജിക്കപ്പെടുന്നവൻ, മറ്റുള്ളവരാൽ വെറുക്കപ്പെടുന്നവൻ, എന്നാൽ സ്നേഹത്തിനു വേണ്ടി പൊരുതുന്നവൻ. ഈ കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി എന്ന് നമുക്ക് കാണാം. മലയാള സാഹിത്യത്തിൽ എക്കാലത്തും നിറഞ്ഞു നിൽക്കുന്ന എം.ജി. വാസുദേവൻ നായർ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ മലയാളികൾ ഉള്ളിടത്തോളം, നോവലുകൾ വായിക്കുന്ന ആസ്വാദക വൃന്ദങ്ങൾ ഉള്ളിടത്തോളം കാലം എല്ലാവരും വായിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ മഹാനായ മനുഷ്യൻ മലയാളത്തിൽ നിന്ന് മറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒട്ടേറെ ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് പോകുന്നത്. ഒരിക്കലും വായിച്ചാൽ മുഴുമിക്കാൻ കഴിയാത്ത തരത്തിലുള്ള, ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് അവസാനിക്കാത്ത, നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന, നമ്മുടെ മനോഭികളിൽ നിറഞ്ഞു നിൽക്കുന്ന, നമ്മുടെ സങ്കല്പങ്ങളിൽ ചിതറി നിൽക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങളെ സംഗീതാത്മകമായി വാക്കുകൾ കോർത്തിണക്കിക്കൊണ്ട് അവതരിപ്പിച്ച് കടന്നു പോകുമ്പോൾ അദ്ദേഹം നോവലിസ്റ്റ് മാത്രമായിരുന്നില്ല, അദ്ദേഹം തിരക്കഥാകൃത്തും നാടകകൃത്തും സഞ്ചാര സാഹിത്യകാരനുമായിരുന്നു. ഇങ്ങനെ വ്യത്യസ്ത വഴികളിൽ നിറഞ്ഞു നിന്ന ഒരു മഹാസമുദ്രമായിരുന്നു എം.ജി. വാസുദേവൻ നായർ. എം.ജി. വാസുദേവൻ നായരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം.